അപ്പോൾ നമ്മളിന്ന് വാരണാസിയിലാണ്. വാരണാസിയിലെ നമ്മൾ കന്റോൺമെൻറ്റിനകത്താണ് ഒരു ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നത്. അപ്പോൾ രാവിലെ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ ആവശ്യമാണ്. മത്തങ്ങ വാങ്ങിച്ചു, പച്ചമുളക്, മല്ലിയില, കുക്കുംബർ, തക്കാളി, ഒരു ക്യാപ്സിക്കം, ഇത്രയും ആവശ്യം. ഇപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിച്ചു. ഇനി ഉച്ചയ്ക്ക് ചോറ്, പരിപ്പ്, മത്തങ്ങ എല്ലാം കൂടെ വെച്ചിട്ട് കറി, ഇതൊക്കെ ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. 70 രൂപയാണ് കേട്ടോ. ഓക്കെ, രാവിലെ നമ്മൾ ആർമിക്കാർ നമുക്ക് അവരുടെ പൂരിയും അച്ചാറും കൊടുക്കണം. അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും അച്ചാറും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അച്ചാറെന്ന് പറയുമ്പോൾ മാങ്ങയും അതിനകത്ത് ക്യാബേജ്, അതുപോലെ എന്താണ് പിന്നെ കുക്കുംബർ, അങ്ങനെ എന്തൊക്കെ കുറേ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. അത് മാത്രമാണ് കഴിച്ചത് കേട്ടോ. പൂരിയും അച്ചാറും കഴിച്ചു. ക്യാരറ്റ് സോഡ. നമ്മൾ 1 കിലോ പൊന്നേരി വാങ്ങിച്ചു. ഉച്ചയ്ക്ക് പറഞ്ഞല്ലോ കഞ്ഞി വയ്ക്കുകയാണ്. കഞ്ഞി വെച്ച് വെജിറ്റബിൾ കറിയാണ്, പരിപ്പ്, തക്കാളി അങ്ങനെയുള്ള കറികളാണ്, മത്തങ്ങയ്ക്ക് ഇട്ടിട്ട്. അപ്പോൾ ഏക്ക് ചോട്ട ടോക്കലട്ടോ. പിന്നെ നമുക്ക് മഞ്ഞപ്പൊടി വേണം, പിന്നെ എന്താണ് മസാല, അതായത് നൂഡിൽസ് മസാല വേണം. അപ്പോൾ നമ്മൾ വാരണാസി വന്നിട്ട് നമ്മൾ ആർമി കന്റോൺമെൻറ്റ് അകത്താണ്. അപ്പോൾ ഒരു ഗസ്റ്റ് ഹൗസ് കിട്ടി. അപ്പോൾ അവിടെ നമ്മൾ കഞ്ഞിയും വെജിറ്റബിൾ കറിയും ഉണ്ടാക്കി കേട്ടോ. ചെറിയ പരിവിൽ നമ്മുടെ ചെറിയ രൂപത്തിൽ നമ്മൾ കഞ്ഞിയും വെജിറ്റബിൾ കറിയും നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇൻഡക്ഷൻ കുക്കർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ താമസിച്ച റൂമിൽ നിന്ന് ഗംഗാ ആരതി കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ വാരണാസിയിലൂടെ നമ്മൾ വണ്ടി ഓടിക്കുകയാണ്. നല്ല തിരക്കാണ് കേട്ടോ, നല്ല തിരക്കെന്ന് വെച്ചാൽ ഓട്ടോക്കാരും ബൈക്കാരും ഒക്കെ ലെഫ്റ്റും റൈറ്റും ഒക്കെ കുത്തിക്കയറ്റുന്നുണ്ട്. എന്നാലും ഇതൊരു എക്സ്പീരിയൻസ് ആണ്. വാരണാസി കൂടെ ഞാൻ വണ്ടി ഓടിച്ചു എന്ന് പറയാമല്ലോ. നമ്മള് കട്ടെത്താറായി കേട്ടോ. കട്ടുകൾ ഇവിടെ ഒരുപാട് കട്ടുകളാണുള്ളത്. മണികർണിക കട്ടുണ്ട്, അസി കട്ടുണ്ട്, ഹരിചന്ദ്ര കട്ടുണ്ട്. നമ്മുടെ കൂടെ ആനന്ദ് സാറാണുള്ളത് കേട്ടോ. സാറ് കൂടെ നമ്മുടെ കൂടെ വരികയാണ്. നമുക്ക് ഈ റൂട്ടൊക്കെ ഒന്ന് പറഞ്ഞു തരാനും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാനും അങ്ങനെ ഒരാളുള്ളതെന്ന് വളരെ നല്ലതാണ്. ഇവിടെ ഒരു പാലമുണ്ട് കേട്ടോ. പാലത്തിൻ്റെ രണ്ട് സ്റ്റെപ്പാണ്. മുകളിൽ കൂടെ കാറുകളും ബസ്സുകളും, റോഡാണ്. അതിൻ്റെ തൊട്ട് താഴെ റെയിൽ പാലമാണ് കേട്ടോ. റെയിൽ അപ്പോൾ റോഡ് ബ്രിഡ്ജ്, റെയിൽ ബ്രിഡ്ജ്, 2 ബ്രിഡ്ജും ഉണ്ട്. അപ്പോൾ നമ്മൾ ഘട്ടിലെത്തി. ഇത് നമോഘട്ടാണ് കേട്ടോ. നമോഘട്ട് ഈ 2 അർത്ഥമുണ്ട്. നമോ എന്ന് പറയുമ്പോൾ നമ്മൾ നമസ്തേ കൈകൂപ്പുന്നതിന് നമോഭാഗം എന്നൊക്കെ പറയില്ലേ, നമസ്തേ, അങ്ങനെ കൈകൂപ്പുക. പിന്നെ മാത്രമല്ല ഇത് നരേന്ദ്രമോദിയുടെ ഷോർട്ട് ഫോമാണ്. കാരണം നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണിത്, വാരണാസി. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് സന്ദർശിച്ചപ്പോൾ ഉണ്ടാക്കിയ ഒരു ഘട്ടാണിത്. നമോ ഘട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് തുടക്കം. ഇവിടെ നിന്ന് അങ്ങോട്ട് അസി ഘട്ട് വരെ ഉണ്ട്. 64ഓളം ഘട്ടുകൾ ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. Udaru, kawan mua lah kau tu mana? Dulu kudai hati.
हवा इधर कितना ₹10 का बोले ना। 10 रुपया हमें चेंज 10 रुपया ठीक है कितना लेना है तुझे? मुझे 11 से मेरे को हमारे पास चालू ओके ओके അങ്ങനെ ഇപ്പോൾ നമ്മളൊരു ബോട്ട് നമ്മൾ തന്നെ വാടകയ്ക്ക് എടുത്തു കേട്ടോ. ഞാന് മിനി, സൗമ്യ, മനു, ആനന്ദ് സാറ്, അങ്ങനെ നമ്മൾ 5 പേർക്ക് വേണ്ടിയിട്ടൊരു ബോട്ട് നമ്മളങ്ങ് എടുത്തു. അപ്പോൾ ആക്ച്വലി നമ്മുടെ ആൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് പോവാം. പക്ഷേ ആൾ കുറവായതുകൊണ്ട് നമ്മൾ തന്നെ എടുത്ത് പോവുകയാണ്. 3500 രൂപയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. മെല്ലെ എല്ലാ ഘട്ടുകളും നമ്മളെ കൊണ്ടുവന്ന് കാണിക്കും. അങ്ങനെ ഗംഗാ നദിയിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വാരണാസിയിലെ ഗംഗാ നദി കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. പണ്ട് തൊട്ടേ ഉള്ള എൻ്റെ ആഗ്രഹമായിരുന്നു ഈ വാരാണസിയിലൊന്ന് വരണമെന്നും ഈ ഗംഗാ നദിയൊക്കെ ഒന്ന് കാണണമെന്നുള്ളത്. അങ്ങനെ അത് സഫലമായിരിക്കുകയാണ്. ഈ ബോട്ടിൽ ഒരാളെ ഉള്ള 2 പേരാ. ഇവിടെ കട്ടുകളാണ്, അവിടെല്ലാം ഹോട്ടലുകളാണ്, റൂമുകളൊക്കെയാണ് കേട്ടോ. ഭയങ്കര ചാർജ് ആയിരിക്കും എന്നാണ് ആനന്ദ് സാറ് പറയുന്നത്. കാരണം നദിയെ ഫേസ് ചെയ്തുകൊണ്ടുള്ള റൂമുകൾക്കൊക്കെ, ഹോട്ടലുകൾക്കൊക്കെ റൂം റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ മാത്രമല്ല ഇവിടെ നിന്നുള്ള മാലിന്യങ്ങളൊക്കെ താഴേക്ക് നദിയിലേക്ക് തന്നെയാണ് ഒഴുകി വരാൻ ചാൻസ്. അതുകൊണ്ട് ഇവിടെ കുളിക്കുന്നത് അത്ര നല്ലതല്ല. അതേസമയം നദിയുടെ അക്കരെ അവിടെ ബിൽഡിങ്സോ ഹോട്ടൽസോ ഒന്നുമില്ല. അതുകൊണ്ട് മാലിന്യം താരതമ്യേന കുറവായിരിക്കും. അവിടുത്തെ വെള്ളം അവിടെ കുളിക്കാൻ പറ്റും. വെള്ളം കുറച്ചുകൂടെ ക്ലീൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ഏകദേശം 64 67 ഘട്ടുകളുണ്ടെന്നാണ് പറയുന്നത്. ഇത് ബോൺസാലെ ഘട്ടാണ്. ഇവിടെ പണ്ട് രാജാക്കന്മാരും രാജകുടുംബാംഗങ്ങളൊക്കെ വരുമ്പോൾ താമസിക്കുകയും കുളിക്കുകയും ചെയ്തിരുന്ന ഘട്ടാണിത്. അടുത്തടുത്താണ് ഇങ്ങനെ ഘട്ടുകളുടെ പേര് പറഞ്ഞേക്കുന്നത്. അതൊരു പഴയ നിർമ്മിതിയാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുന്നേ, 1-2 നൂറ്റാണ്ടുകൾക്ക് മുന്നേ നിർമ്മിച്ചതായിരിക്കണം. നമ്മളൊരു അടുത്ത ഘട്ടിലേക്ക് പോവുകയാണ്. അത് മണികർണിക ഘട്ടാണ്. അവിടെ പുകയൊക്കെ വരുന്നുണ്ട്. അവിടെയാണ് ഈ ശവം സംസ്കരിക്കുന്നത്. ചിത കൂട്ടി മരിച്ച ആളുടെ ശരീരം കത്തിക്കുന്നത് അവിടെയാണ്. അവിടെ മാത്രമേ ഇപ്പോൾ അത് നടക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ ഒരു ചരിഞ്ഞ ക്ഷേത്രം കാണാം.
ക്ഷേത്രം ചരിഞ്ഞു പോയിരിക്കുകയാണ്. എനിക്കൊന്ന് അടിയിലുള്ള കീഴിലുള്ള മണ്ണ് താഴ്ന്നു പോയതായിരിക്കണം. അതൊരു ശിലയിൽ തീർത്ത ക്ഷേത്രമാണത്. ആണ് മണികർണിക ഘട്ട്. ഇവിടെ നിന്നാണ് മണികർണിക ഘട്ട് തുടങ്ങുന്നത്. ഒരു ക്ഷേത്രം കുറച്ച് ചരിഞ്ഞു പോയിട്ടുണ്ട്, മണ്ണിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇവിടെ ഇതാണ്, ആളുകളൊക്കെ കൂടി നിൽക്കുന്നുണ്ട്, ചിതയൊക്കെ കത്തുന്നുണ്ട്, വിറകൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. ബോട്ടുകളിൽ വിറക് കൊണ്ടുവന്ന് ഇവിടത്തേക്ക് ശേഖരിച്ച് വെക്കുകയാണ്. ഓ മൈ ഗോഡ്, ആളുകളാണ്. ആ കത്തുന്നൊക്കെ ചിതയാണ്. കത്തി തീരാൻ വേണ്ടി ബന്ധുക്കളൊക്കെ കാത്തിക്കും. ഇതാ ഒരാൾ എടുത്തുകൊണ്ട് പോവുകയാണ്, അടുത്തൊരാളിനെ കൊണ്ടുപോവുകയാണ്. ഇതാ ഇവിടെ കൊണ്ടുപോവുകയാണ്. അത് ചില ആളുകളുടെ അന്ത്യാഭിലാഷമാണ്. മരിച്ചു കഴിയുമ്പോൾ ഗംഗാതീരത്ത് കൊണ്ടുവന്ന് കത്തിക്കണമെന്നും തൻ്റെ ശരീരാവശിഷ്ടങ്ങൾ ഗംഗയിൽ ഒഴുക്കണമെന്നൊക്കെ ഉള്ളത്. അത് ചില മക്കളൊക്കെ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടെ വരും. ये क्या घट गए भाई? काशी विश्वनाथ टेम्पल का कॉरिडोर. ओके ओके. हाँ ഓക്കെ. ഓക്കെ, ഇത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. റെഡ് സാൻഡ് സ്റ്റോണിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല ശില്പചാരുതയുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇതാണ് ദശാശ്വമേധ ഘട്ട്. ഈ ഓരോ ഘട്ടുകൾക്കും ഓരോ കഥകളുണ്ട് കേട്ടോ. അതിൻ്റെ പിന്നിൽ ഒരു ലെജൻസ് ഉണ്ട്. ഇവിടെ പറയപ്പെടുന്നത് പണ്ട് ഏതോ രാജാവ് 10 കുതിരകളെ ബലി കൊടുത്ത് യുദ്ധവിജയം നേടാനായിട്ട് ബലി കൊടുത്തു ഇവിടെ വെച്ചിട്ട്. അങ്ങനെയാണ് അത്ര ഇതിനെ ദശാശ്വമേധ ഘട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുളിച്ചിട്ട് കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിക്കുന്നതാണ് പുണ്യമായ കാര്യമെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ്. വന്നതിൽ ഏറ്റവും കൂടുതൽ തിരക്ക് ഇവിടുന്ന് അവിടെയാണ് കേട്ടോ. ദശാശ്വമേധ ഘട്ടിലാണ് തിരക്ക് ഏറ്റവും കൂടുതൽ. ഭയങ്കര തിരക്കാണ്. ആരതി കഹാ ഹേ? അവിടെയാണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെയാണ് ആരതി നടക്കുന്നത്. പലയിടത്തും ആരതി നടക്കാറുണ്ട്, പക്ഷേ ഇവിടുത്തെ ആരതി കാണാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. ആ കാണുന്നത് അഹല്യ ഘട്ടാണ്. ഇത് മുനിഷി ഘട്ട്, തൊട്ടിപ്പുറത്ത് ദർഭംഗ ഘട്ട്. അത് കൊള്ളാം, നല്ല ഭംഗിയുള്ള കെട്ടിടം. ഈ കാശി വിശ്വനാഥ ക്ഷേത്രം 2ാമത് പുതുക്കി പണിഞ്ഞിട്ട് ഉദ്ഘാടനം ചെയ്തത് ഈ അഹല്യ റാണിയാണത്രേ. അതുകൊണ്ട് ആ ഘട്ടിനെ അഹല്യ ഘട്ടെന്നറിയപ്പെടുന്നു. കൊള്ളാം, സംഭവം അടിപൊളിയാണ്. ഈ ദർഭംഗ ഘട്ട് ഭയങ്കര രസമുണ്ട് കേട്ടോ. ഒരു ഫോർട്ട് പോലെയുണ്ട്, കോട്ട പോലെയുണ്ട്. ഘട്ടാണ് കേട്ടോ. 1807 AD, അതായത് 19 നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിലാണ് ഈ ഘട്ട് നിർമ്മിച്ചിരിക്കുന്നത്. കൊള്ളാം, ഇതും നല്ല രസമുണ്ട്. ഇതും റെഡ് സാൻഡ് സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇവിടെ നിറയെ ഘട്ടുകളാണ്. ഓരോ ഘട്ടിനും ഓരോ പേരാണത്. രാജാഘട്ട്, നാരദ് ഘട്ട്, മാനസരോവർ ഘട്ട്. ഇത് ഹരിചന്ദ്ര ഘട്ട്. ഇതും ഫേമസ് ആണ്. ഇവിടെയും ഡെഡ് ബോഡി കത്തിക്കുന്നുണ്ടല്ലോ, അവർ ചിത കത്തുന്നുണ്ട് അവിടെ. ഇവിടെയും മണികർണികയിലുമാണ് കൂടുതലും ചിത ഒരുക്കുന്നത്. ഈ ഹരിചന്ദ്ര ഘട്ടിൽ അഘോരികൾ വരുമെന്നാണ്. ഈ അഘോരിമാരെന്ന് പറഞ്ഞ ഒരു പ്രത്യേക കൂട്ടം സന്യാസിമാരുണ്ട്. താടിയൊക്കെ നീട്ടി വളർത്തി ഭസ്മമൊക്കെ ശരീരത്ത് വാരി പൂശി
നടക്കുന്ന ഒരുതരം സന്യാസിമാർ. രാത്രി ഇവിടെ അവരിവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഹരിശ്ചന്ദ്ര ഘട്ട്, ഹനുമാൻ ഘട്ട്. ഈ കാണുന്നത് മൈസൂർ രാജാവിൻ്റെ ഘട്ടായിരുന്നു. മത്സ്യകന്യകയുടെ രൂപത്തിലുള്ള ബോട്ടാണ്, സ്വർണ്ണ നിറത്തിലുള്ള ബോട്ടാണ്. ഇത് ഡബിൾ ഡെക്കറാണ്. നല്ല രസമുണ്ട്. അതിലൊരുപാട് പേർക്ക് കയറാൻ പറ്റും. ഇതാണ് അസീഘട്ട്. ഇതാണ് ലാസ്റ്റ്. ഇതിനപ്പുറം ഘട്ടുകളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ട് എടുത്തത് ഒരു ഫുൾ പാക്കേജാണ് കേട്ടോ. 3500 രൂപയ്ക്ക് നമ്മൾ 4 പേർക്ക്. അതായത് എല്ലാ ഘട്ടും നമ്മളെ കൊണ്ട് കാണിച്ചു തരും. പിന്നെ ആരതി കാണാനുള്ള സൗകര്യം ഉണ്ടാക്കി തരും. നമ്മൾ ബോട്ടിൽ നിന്ന് ആരതി കാണാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പം മണി 6 ആയിട്ടുള്ളൂ. നമ്മൾ 5 മണി കഴിഞ്ഞപ്പോഴാണ് ബോട്ട് എടുത്തത്. ഇപ്പോൾ 6 മണി ആയിട്ടുള്ളൂ. 7 മണിക്കാണ് ഗംഗ ആരതി. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ അവർ 1 മണിക്കൂർ ഗ്യാപ്പുണ്ട്. അതുകൊണ്ട് അവർ നമ്മളെ ഈ കരയ്ക്ക് അടുപ്പിച്ച്, ഇക്കര അതായത് കിഴക്കൻ ഗംഗയുടെ കിഴക്ക് ഭാഗത്ത് കരയിൽ അടുപ്പിച്ചു. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് നേരം കരയിൽ ഇറങ്ങി നടക്കാമെന്ന് കരുതി. ഇവിടെ കുതിരയുണ്ട്, ഒട്ടകമുണ്ട്. ഇവിടെ കുളിക്കാം കേട്ടോ. ഇവിടെ കുളിക്കാവുന്നതാണ്. പക്ഷേ കുളിക്കാനുള്ള ഡ്രസ്സൊന്നും നമ്മൾ എടുത്തില്ല. മാത്രമല്ല ഇങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇവിടെ ഇറങ്ങാൻ, ഈ കര ഇറങ്ങാൻ പറ്റുമെന്ന്. ചാലോ പിടിച്ചിരുന്നോ, കുഴപ്പമില്ല. ഒന്നും പേടിക്കണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ അടുത്ത ബോട്ടിന് പോകുന്നതായിരിക്കും. ഈ കുതിര എന്താണ് ഓടാത്ത കുതിര? ഈ കുതിര എന്താണ് ഇങ്ങനെ പോണത്? ഇതെന്താ കുതിരവട്ടമാണോ? എന്താണ്? കുറച്ചുകൂടെ സ്പീഡ് ആയിക്കോട്ടെ. थोड़ा स्पीड करो भाई. हाँ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, കേരള അവനും അനുഭവിക്കട്ടെ. 2 പേര് കുതിരപ്പുറത്ത് പോവുകയാണ്. കുതിര കയറ്റൂലെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളിവിടെ നടന്നു പോവുകയാണ്. കുതിര പറഞ്ഞു ഇയാളെ എൻ്റെ പുറത്ത് ഞാൻ കൊണ്ടുപോകില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാളത് നടന്നു പോവുകയാണ്. അപ്പോൾ അതാ ഇങ്ങനെ നമ്മുടെ മണൽപ്പരപ്പ്, ഗംഗാനദിയുടെ മണൽപ്പരപ്പ് മഴക്കാലത്ത് ഇതെല്ലാം വെള്ളത്തിലാവും. ഈ പ്രദേശമൊക്കെ ഇതൊക്കെ ഈ മണൽപ്പരപ്പുകളൊക്കെ മഴക്കാലത്ത് വെള്ളത്തിലാവും. ഇവിടെ നിന്ന് ഞങ്ങൾ ഇക്കരെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ട്. അവിടെ ആരതിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പാട്ടൊക്കെ ഇടുന്നുണ്ട്. സൺസെറ്റാണ്. 6 മണിയാണ് സമയം. വാരണസിയിലെ സൺസെറ്റാണ്. ഭജനമൊക്കെ ഉണ്ട് അവിടെ.
അവളെ കൊടുത്താലേ അവിടുന്ന് പിടിക്കുകയാണല്ലേ. बाबू के साथ हम बैठ कर रनिंग कराता था। ആണോ? കൂടുതൽ പൊക്കോടാ. ആ ചേച്ചി സജിയുടെ രണ്ടുപേർക്ക് എത്ര പറഞ്ഞു? 300. 400. നിങ്ങൾക്ക് 300 ആക്കാം. ആ നീ ഇത് പിടിച്ചോ. आजा बाबू रनिंग क्या चीज? വേണ്ട പറഞ്ഞെന്നാ आ जाओ നെയ്ന്ന് പറഞ്ഞോ? ओ सर टाइट पकड़ो। ഇല്ലില്ല അതങ്ങനെയാണ് അതങ്ങനെയാണ്. ആ बाबू टच करो टच തൊട്ട് നോക്ക് മനു. അതങ്ങനെ കുഴപ്പമില്ല, പേടിക്കൊന്നും വേണ്ട, വീഴില്ല. ചേച്ചി ആ കയറിൽ സപ്പോർട്ട് ചെയ്യ് ചേച്ചി. അങ്ങനെ സപ്പോർട്ട് ചെയ്യ്. दीदी हम वीडियो बनाता വേണ്ട साथ में चलता मंची वीडियो आता दीदी। വേണ്ട കുഴപ്പമില്ല. आ जाइए दोनों साथ में चलता फोटो वीडियो हम लोग बनाता दीदी। दोनों साथ में आता दीदी, अच्छा आता है एकदम। कोई बात नहीं। चलिए टोटल 500 टोटल 500 है। आप बाबू दोनों लोग नहीं लग रहा दीदी। हाँ ये उठने बैठने से थोड़ा डर लगता है मगर कुछ होता नहीं है। ആ എണീക്കുമ്പോഴേ അങ്ങനെ ഉണ്ടാവും, പക്ഷെ ഒട്ടും പേടിക്കണ്ടെന്ന്. आजा बाबू रनिंग। എടാ മനോ दीदी एकदम रेगिस्तान में अच्छा वीडियो आता है, दोनों घोड़ा में कैमल दोनों साथ में चलता है, वो लगेगा पूरा फैमिली आप घूम रहा है घोड़ा कैमल पे। माय डॉटर 5 years 5 years. हाँ but कैमल राइड Okay. She rides the camel. हाँ Okay. छोटा बच्चा है 5 years का। 5 years. हाँ बेटी है। स्कूल जाएंगे? हाँ स्कूल जाता है। हाँ. कभी लाते हैं ना तो फादर लोग आते हैं तो बहुत लाइक करते हैं। आप इधर रहते हैं? हम इधर रहते हैं। Okay. गाँव है? गाँव है Okay. माय विलेज नगर साइड। ആ Okay. How much कितना राइड आपको मिलेगा एक डे? One day how many? एक दिन का कितना? അപ്പോൾ ഈ കരയിൽ നമുക്ക് ഒട്ടകത്തിൻ്റെ പുറത്ത് കയറാം, കുതിരപ്പുറത്ത് കയറാം. ഒട്ടകത്തിൻ്റെ പുറത്ത് കയറാൻ ഒരാൾക്ക് 200 രൂപയാണ്. അപ്പോൾ 2 പേർക്ക് 400 രൂപ. കുതിരയ്ക്കും അത് തന്നെ 200 രൂപയാണ് ഒരാൾക്ക് കേട്ടോ. ഒരു 50 മീറ്റർ അവർ കൊണ്ടുപോകും. എല്ലാവരും വള്ളത്തിൽ വന്നതായി ഇങ്ങനെ കരയിൽ ഒരുപാട് പേരുണ്ട്. 100 കണക്കിന് പേരുണ്ട്, 100 അല്ല 1000 കണക്കിന് പേരുണ്ട്. ഇവിടെ നിൽക്കുകയാണ്. ഇത് ശീതലാഘട്ട് എന്നാണ് ഈ ഘട്ട്. ഇതെന്താ സംഭവിച്ചാൽ ഗംഗ ആരതി നടക്കാൻ പോവുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഓക്കെ ആയി. അവിടെ അതിൻ്റെ കരയിൽ കുറേ പേരിരുന്ന് പൂജിക്കുന്നുണ്ട്. ഗംഗാ ആരതി എന്ന് വെച്ചാൽ ഗംഗയെ പൂജിക്കലെന്നാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗാ നദി. ഗംഗോത്രിയിൽ നിന്ന് പുറപ്പെട്ട് ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി അവസാനം ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന നദിയാണ് ഗംഗാ നദി.
നമ്മളും ഗംഗ ആരതി കാണാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ്. നൂറുകണക്കിന് ആളുകൾ ഇവിടെ കാത്തിരിക്കുകയാണ് ഇത് കാണാൻ. ഈ ബോട്ടുകാരെ സമ്മതിക്കണം കേട്ടോ. കാരണം വെച്ചാൽ ചെറിയ ചെറിയ ഗ്യാപ്പിൽ പോലും ഇങ്ങനെ വെള്ളം കയറ്റിയിടണം. കാരണം എല്ലാ ആളുകൾക്കും കാണുമല്ലോ. പിന്നെ ചില ആളുകൾക്ക് ആദ്യം കാണണം, അടുത്ത് നിന്ന് കാണണം, അങ്ങനെയൊക്കെയുള്ള ചില വാശികളുള്ള ആളുകളും ഉണ്ട്. പിന്നെ ഈ ബോട്ടിൻ്റെ സൈഡിൽ കൈ വയ്ക്കാൻ പാടില്ല ഈ സമയത്ത്. കാരണം മറ്റു ബോട്ടുകൾ ചേർത്ത് കൊണ്ടുവരികയാണ്. അപ്പം ജാം ആവാനുള്ള സാധ്യതയുണ്ട്. ഒരു പയ്യൻ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടോ. അപ്പോൾ നമ്മളേന്ന് 3500 രൂപ വാങ്ങിച്ചാലും അവന് പണിയുണ്ട്. കാരണം നമ്മളെ സേഫായിട്ട് ഇതൊക്കെ ആരതി കാണിച്ച് തിരിച്ച് കരയിലെത്തിക്കേണ്ട ഉത്തരവാദിത്തവനുണ്ട്. ഗംഗാരതി തുടങ്ങിയെടുത്തോ. ഗംഗാരതി തുടങ്ങി ഒരാൾ അവിടെ വന്ന് പ്രാർത്ഥന മന്ത്രങ്ങൾ ശ്ലോകങ്ങളൊക്കെ ചൊല്ലുകയാണ്. അത് ഇവിടെ ഈ ഗംഗാ നദിയിലെ ബോട്ടിൽ കാത്തു കിടക്കുന്ന ആളുകൾ അതേറ്റു ചൊല്ലുകയാണ്. ഈ ആരതി നടക്കുന്ന ഈ ഘട്ടില് ശീതള ഘട്ട്, ആയിരക്കണക്കിന് ജനങ്ങളാണ് കേട്ടോ. ആ കരയിലും ഇവിടെ ബോട്ടിലും. അങ്ങനെ നമ്മൾ ഒരു വിളക്ക് തെളിയിച്ചു. നോക്കട്ടെ, അതിവിടെ വച്ചിട്ട് നമുക്ക് പോകാൻ നേരത്തെ ഒഴുക്കാം കേട്ടോ. അവിടെ കൊണ്ടുവന്ന് ഒഴുക്കാം. അതാ കൈ സൂക്ഷിച്ചേ. അങ്ങനെ ഗംഗാ നദിയിൽ ഒഴുക്കുകയാണ്. ഇങ്ങോട്ട് വാ. എല്ലാം അവിടെ ഇരുന്നിട്ട് ഒഴുക്കണം കേട്ടോ. ഇരുന്നിട്ട് ഓക്കെ പോയാ. കെട്ടില്ല അവിടെ ഉണ്ട്. ഇങ്ങനെ കെടുവോ? കൊള്ളാം, ഞാൻ സമ്മതിക്കുമോ?
ഭാരതി കഴിഞ്ഞു. ഇനി ആളുകൾ പിരിഞ്ഞു പോവുകയാണ്. അപ്പം നമ്മുടെ ബോട്ടും പോവുകയാണ്. ഇനി ഈ ബോട്ടുകളൊക്കെ സേഫായിട്ട് തിരിച്ചു പോവുക, തിരിച്ചെടുക്കുക. ആ സമയത്ത് ബോട്ട് ഡ്രൈവർ വന്ന് പറയുന്നുണ്ടായിരുന്നു, കൈകൾ ഒരു കാരണവശാലും സൈഡിൽ ബോട്ടിന് പുറത്ത് വയ്ക്കരുത്, കാരണം ഇത് മറ്റ് ബോട്ട് വന്ന് ഇടിച്ച് ചതഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ബോട്ടുകൾ ഓരോന്നോരോന്നായിട്ട് പല പല വന്ന സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോവാണ്. മൊത്തത്തിലൊരു ഓളമാണ്. ഭയങ്കര രസമുണ്ട്. ഇത് കൃത്യമായി പുറത്തെടുക്കുക എന്നുള്ളത് ഈ ബോട്ടുകാരുടെ ശ്രമകരമായൊരു പണിയാണ്. അതായത് ഇതിൽ നിറയെ ആളുകളാണ്. ബോട്ടുകൾ തമ്മിൽ മുട്ടുന്നുണ്ട് കേട്ടോ. എന്നാണ് പറഞ്ഞാൽ കൈ ഇടയിൽ വയ്ക്കരുതെന്ന് പറഞ്ഞത്. തമ്മിൽ ഒന്ന് മുട്ടും കേട്ടോ ബോട്ടുകൾ. പക്ഷെ സൂക്ഷിക്കണം, എന്താ വന്ന് ഇടിക്കും. ഇതെല്ലാം വരുന്നുണ്ടോ? നല്ല പണിയാണിത്. സേഫായിട്ട് ഇവിടെ നിന്ന് ഊരി പോവുക എന്ന് പറയുന്നത് നല്ല പണിയാണ്. അല്ല, ബോട്ടുകൾ തമ്മിൽ മുട്ടുന്നു. അവിടെ കൈ ഒരു കാരണവശാലും പുറത്ത് വയ്ക്കരുത്. നമുക്ക് അല്പം ഗ്യാപ്പ് കിട്ടി. നമ്മൾ പോവുകയാണ്.
ഈ തിരിച്ചു പോകുമ്പോൾ ബോട്ടുകൾ കൂട്ടിയിടിക്കാതെ പോവുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു പണിയാണ് കേട്ടോ. തമ്മിലിടിക്ക് തെറിച്ച് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതുണ്ടോ, ഈ ആരതി കഴിഞ്ഞ ഉടനെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് സേഫായിട്ട് തിരിച്ച് റൂമിലെത്തുക, ഹോട്ടലിലെത്തുക എന്നുള്ളതാണല്ലോ. അതാ നേരത്തെ കണ്ട മത്സ്യകന്യക ബോട്ട്, അതിന് ലൈറ്റും സെറ്റപ്പും അടിപൊളിയാണ്. നമ്മളും തിരിച്ചു പോവാണ്. അടിപൊളിയാട്ടാ, ഇത് ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഗംഗാ നദിയിലൂടെ ഗംഗാ ആരതി കണ്ട ശേഷം പിരിഞ്ഞു പോകുന്ന ആളുകളാണ് എല്ലാവരും. ഇതാ നോക്കൂ, നിറയെ ബോട്ടുകളാണ്. ഭയങ്കര രസമുണ്ട്, നിറയെ ബോട്ടുകളാണ്. കാശി വിശ്വനാഥ ക്ഷേത്രമാണ്. രാത്രിയായപ്പോൾ ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. സൂപ്പറാണ്. മണികർണിക ഘട്ടില് ചിതകൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരിക്കലും റെസ്റ്റ് ഇല്ല, കണ്ടിന്യൂസ് ആണ്. ഓരോ ശവശരീരങ്ങൾ വരും, അത് കത്തി പോകുമ്പോൾ അതിലേക്ക് അടുത്ത ആളുകൾ കയറും. ഈ ഘട്ടുകളിൽ ഹോട്ടലുകളുണ്ട്, അതിൻ്റെ കരയിൽ ഹോട്ടലുകളുണ്ട്. ഭയങ്കര ചിലവാണ്. നമ്മൾ നേരത്തെ കണ്ട പാലം ഉണ്ടല്ലോ, മുകളിൽ റോഡും താഴെ റെയിലും, ആ പാലമാണിത്. രാത്രി ദീപത്തിൽ കുളിച്ച് നിൽക്കുക എന്നിട്ട് അടിപൊളിയാണ്, നല്ല സൂപ്പർ വ്യൂ ആണ്. നമ്മൾ വന്നത് അവിടെ നിന്നാണ്, നമ്മൾ അവിടേക്കാണ് തിരിച്ചു പോകുന്നത്.